ഓണം ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന ആഘോഷമാണ്? കേരളം. ഓണം ഏത് മലയാള മാസത്തിലാണ് ആഘോഷിക്കുന്നത്? ചിങ്ങം. ഓണം എത്ര ദിവസത്തെ ആഘോഷമാണ്? 10 ദിവസം. ഓണത്തിൻ്റെ അവസാന ദിവസത്തിൻ്റെ പേര് എന്താണ്? തിരുവോണം. തിരുവോണം ഏത് നക്ഷത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവോണം നക്ഷത്രം. ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന രാജാവ് ആരാണ്? മഹാബലി. മഹാബലി ഏത് വംശത്തിലെ രാജാവായിരുന്നു? അസുരവംശം. മഹാബലിയെ കാണാൻ ഭൂമിയിലിറങ്ങിയ അവതാരം ആരാണ്? വാമനൻ. വാമനൻ ആരുടെ അവതാരമാണ്? വിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരം. മഹാബലിയുടെ ഗുരു ആരായിരുന്നു? ശുക്രാചാര്യർ. ഓണസദ്യ വിളമ്പുന്നത് എന്തിലാണ്? വാഴയിലയിൽ. ഓണസദ്യയിലെ പ്രധാന മധുര വിഭവം ഏതാണ്? പായസം. പായസത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന മറ്റൊരു പേര് എന്താണ്? പ്രഥമൻ. ഓണപ്പൂക്കളം ഒരുക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? പൂക്കൾ. പൂക്കളം ഇടുന്ന പ്രധാന സ്ഥലം ഏതാണ്? വീട്ടുമുറ്റം. പൂക്കളത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കുന്ന മൺപ്രതിമയുടെ പേര് എന്താണ്? തൃക്കാക്കരപ്പൻ. അത്തപ്പൂക്കളം ആരംഭിക്കുന്ന ദിവസം ഏതാണ്? അത്തം. ഓണത്തിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ പേര് എന്താണ്? അത്തം. മാവേലി നാട് വാണിടും കാലം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ട ഗാനമാണ്? ഓണം. പുലിക്കളി പ്രധാനമായും ഏത് ജില്ലയിലാണ് പ്രശസ്തം? തൃശ്ശൂർ. കുമ്മാട്ടിക്കളി ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓണം. വള്ളംകളി ഏത് ഉത്സവത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ആലപ്പുഴ. ചുണ്ടൻ വള്ളത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? പാമ്പുവള്ളം. ഓണക്കോടി എന്നത് എന്താണ്? ഓണത്തിന് വാങ്ങുന്ന പുതിയ വസ്ത്രം. ഓണക്കാലത്ത് കുട്ടികൾ കളിക്കുന്ന ഒരു പരമ്പരാഗത കളിയുടെ പേര് പറയുക. ഉറിയടി. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കറി ഏതാണ്? സാമ്പാർ. ഓണസദ്യയിൽ ഉപയോഗിക്കുന്ന പുളിയുള്ള കറിയുടെ പേര് എന്താണ്? പുളിശ്ശേരി. അവിയലിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ്? പല പച്ചക്കറികൾ ചേർത്ത് തയ്യാറാക്കുന്നത്. ഓണത്തെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്നതിനാൽ. ഓണം ഏത് പുരാണ കഥയുമായി ബന്ധപ്പെട്ട ഉത്സവമാണ്? മഹാബലിയുടെയും വാമനൻ്റെയും കഥ. മഹാബലി ഏതു ദേവൻ്റെ ഭക്തനായിരുന്നു? വിഷ്ണു. വാമനൻ മഹാബലിയോട് എന്താണ് ദാനമായി ആവശ്യപ്പെട്ടത്? 3 അടി മണ്ണ്. മഹാബലി 3ാമത്തെ അടി വയ്ക്കാൻ എന്താണ് സമർപ്പിച്ചത്? സ്വന്തം ശിരസ്. ഓണം പ്രധാനമായും ഏത് കാലഘട്ടത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ്? ചിങ്ങമാസത്തിലെ വിളവെടുപ്പ്. അത്തം മുതൽ തിരുവോണം വരെ ആകെ എത്ര ദിവസമുണ്ട്? 10 ദിവസം. ഓണത്തിൻ്റെ അവസാന ദിവസമായ തിരുവോണത്തിന് ശേഷം വരുന്ന ദിവസം ഏതാണ്? അവിട്ടം. തൃക്കാക്കരപ്പൻ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? വാമനനെ. ഓണപ്പൂക്കളത്തിൽ ആദ്യ ദിവസം സാധാരണ എത്ര പൂവട്ടമാണ് ഇടുന്നത്? 1 പൂവട്ടം. ഓണസദ്യയിൽ സാധാരണ എത്രയിലധികം വിഭവങ്ങൾ ഉണ്ടാകും? 20-ലധികം. ഓണസദ്യയിൽ പരിപ്പ് ചേർത്ത് കഴിക്കുന്നത് എന്തിനോടൊപ്പമാണ്? നെയ്യ്. ഓണസദ്യയിലെ ഏറ്റവും പ്രശസ്തമായ പ്രഥമൻ ഏതാണ്? അടപ്രഥമൻ. ഓണസദ്യയിൽ വിളമ്പുന്ന മധുരമുള്ള തൈര് വിഭവം ഏതാണ്? പച്ചടി. ഓണസദ്യയിൽ ഇഞ്ചി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവം ഏതാണ്? ഇഞ്ചിപ്പുളി. പുലിക്കളിയിൽ കലാകാരന്മാർ ഏത് മൃഗത്തിൻ്റെ രൂപമാണ് സ്വീകരിക്കുന്നത്? കടുവ. കുമ്മാട്ടിക്കളിയിൽ കലാകാരന്മാർ ധരിക്കുന്ന പ്രധാന പ്രത്യേകത എന്താണ്? മുഖംമൂടി. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമടക്കായൽ. ചുണ്ടൻ വള്ളത്തിന് മറ്റൊരു പേര് എന്താണ്? പാമ്പുവള്ളം. ഓണക്കോടി നൽകുന്ന പതിവ് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്നേഹവും പുതുമയും. ഓണക്കാലത്ത് വീടുകൾ വൃത്തിയാക്കുന്നതിൻ്റെ പ്രധാന സന്ദേശം എന്താണ്? ശുചിത്വം. ഓണത്തിൻ്റെ പ്രധാന സന്ദേശം എന്താണ്? സമത്വവും ഐക്യവും. മാവേലി നാട് വാണിടും കാലം എന്ന ഗാനത്തിൽ പറയുന്ന പ്രധാന ആശയം എന്താണ്? എല്ലാവർക്കും സമത്വവും സന്തോഷവും.
ഓണപ്പൂക്കളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൂവ് ഏതാണ്? തുമ്പപ്പൂവ്. ഓണക്കളികളിൽ ഏറ്റവും ജനപ്രിയമായ ഒരു മത്സരത്തിൻ്റെ പേര് എന്താണ്? വടംവലി. ഓണക്കാലത്ത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന നൃത്തം ഏതാണ്? തിരുവാതിരക്കളി. തിരുവാതിരക്കളിയുടെ മറ്റൊരു പേര് എന്താണ്? കൈകൊട്ടിക്കളി. ഓണസദ്യ ഏത് ഇലയിലാണ് വിളമ്പുന്നത്? വാഴയില. ഓണസദ്യയിൽ ആദ്യം വിളമ്പുന്ന പ്രധാന വിഭവം ഏതാണ്? പരിപ്പും നെയ്യും. ഓണസദ്യയിൽ അവസാനമായി കഴിക്കുന്ന വിഭവം ഏതാണ്? മോര്. കേരള ടൂറിസത്തിൻ്റെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം. അതെ. ഓണവുമായി ബന്ധപ്പെട്ട പ്രശസ്ത നാടൻ കല ഏതാണ്? പുലികളി. മഹാബലി വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു? ഒരു പ്രാവശ്യം. ഓണത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്നറിയപ്പെടുന്നത് ഏതാണ്? തുമ്പപ്പൂവ്. ഓണാഘോഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സ്നേഹവും ഐക്യവും പങ്കിടുക. ഓണക്കാലത്ത് കുട്ടികൾക്ക് നൽകുന്ന പുതിയ വസ്ത്രത്തിൻ്റെ പേര് എന്താണ്? ഓണക്കോടി. ഓണസദ്യയിൽ ഉപ്പേരി തയ്യാറാക്കുന്നത് എന്തുകൊണ്ടാണ്? കായ. ഓണസദ്യയിൽ ശർക്കര വരട്ടി തയ്യാറാക്കുന്നത് എന്തുകൊണ്ടാണ്? കായ.